ഹായ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ അതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു Q&A പോൾ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരു 25 ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചേച്ചി പഠിച്ച കോളേജ്, ചേച്ചിയുടെ ഫാമിലി ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ഞാൻ പഠിച്ച കോളേജ്, ഞാൻ PG പഠിച്ചത് ദേവസ്വം ബോർഡ് കോളേജ് കീഴൂരാണ്. അവിടെ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ പഠിച്ചത്. പിന്നെ ബാച്ചിലേഴ്സ് പഠിച്ചത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ആണ്. അത് പെരുമ്പാവൂർ ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്. ഇനി എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചിയുണ്ട്. പിന്നെ എനിക്ക് വൈകാതെ ഒരു ചേട്ടനും കൂടി വരും. ചേച്ചിയുടെ മാരേജ് ആണ്. ഒരു ചേട്ടനും കൂടി വരും വൈകാതെ തന്നെ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് കുറച്ച് പാടാണ് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേ ആൾക്ക് വിഷമം വരും. എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് ഓരോ ടൈമിലായിരിക്കും നമുക്ക് ഓരോ ആൾക്കാരെ ഉപകാരപ്പെടാം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷേ ഞാൻ കൂടുതലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, എപ്പോഴും അല്ല എന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും, എൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ എൻ്റെ ഫ്രണ്ട് അഞ്ജനയാണ്. എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ചതാണ്. അവളാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. പക്ഷെ ബാക്കിയുള്ളവരുമായിട്ടും ഞാൻ അത്യാവശ്യം, എനിക്ക് ഡിയറസ്റ്റ് ആണ് അവരെല്ലാം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ TikTok ആൻഡ് വീഡിയോ ജേർണി? ഡിഡ് യു തിങ്ക് ഇറ്റ് വുഡ് ഗെറ്റ് ദിസ് പോപ്പുലർ? ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയാണ്. എൻ്റെ കൂടെ സ്കൂൾ വരെ തൊട്ട് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ഈ ജേർണിയൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്ന് വേണമെങ്കിൽ അവളെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ അത്. അപ്പോൾ എൻ്റെ അത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെ TikTok മുതലുള്ള ജേർണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. ഫസ്റ്റ് മ്യൂസിക്കലിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അന്നേരം വേറെ ആരും കണ്ടിട്ടില്ല. അച്ഛൻ, അമ്മ, ചേച്ചി മാത്രമേ കണ്ടിട്ടുള്ളൂ ആ വീഡിയോ. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ചേച്ചിയാണ് ഫസ്റ്റ് മ്യൂസിക്കലിലെ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കിഷ്ടമാണ്. അതിനു മുമ്പൊന്നും എനിക്ക് ഇതിനെപ്പറ്റി ഇഷ്ടമാണ്, ഇങ്ങനെ ഒരു ആക്ടിങ് എനിക്ക് ഇഷ്ടമാണെന്നുള്ളൊരു ചിന്തയും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മ്യൂസിക്കൽ ചെയ്തു. അത് കഴിഞ്ഞ് TikTokൽ വീഡിയോസ് ചെയ്തപ്പോൾ എല്ലാവരും പോലെ തന്നെ നല്ല പാടായിരുന്നു. എനിക്ക് ട്രൈപോഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല, ഡിഗ്രി ഫൈനൽ ഇയറോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് ട്രൈപോഡ് ഇല്ലായിരുന്നു. പിന്നെ വീഡിയോസ് ചെയ്യാൻ നമുക്ക് സാറ്റർഡേ സൺഡേ ഉള്ള സമയത്തായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. ആ സമയത്ത് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടതാണ്, അത് വെച്ചിട്ട് ഞാൻ ഒന്ന് പരീക്ഷ നോക്കിയത്. അന്ന് എനിക്ക് അസ്യൂസിന്റെ ഒരു ഫോണായിരുന്നു. ആ സമയത്ത് ഞാൻ തേങ്ങയൊക്കെ പൊതിക്കുന്ന സാധനമില്ലേ, എൻ്റെ പേര് എനിക്കറിയില്ല, കമ്പിപ്പാര അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു. അതിനകത്ത് വെച്ചിട്ട്, അതിൻ്റെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഫോൺ വെച്ച് ഇത് കേൾക്കുമ്പോൾ ഇത് പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിനകത്ത് ഫോൺ വെച്ചിട്ട് ആയിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായി. അതിനകത്ത് വെച്ച് അതിൻ്റെ ഗ്ലാസ് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കൊറോണ ടൈം ആയിരുന്നു എനിക്ക് തോന്നുന്നു, ഞാൻ കൊറോണ ബാച്ചാണ് എന്തായാലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫോണിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ അത് നിർത്തി. അത് ഞാൻ മാറ്റി വെച്ചു. കാരണം എനിക്ക് ഫോൺ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ബുക്സ് ഒക്കെ വെച്ചിട്ട്, റൂമിൽ തന്നെ ബുക്സ് ഒക്കെ വെച്ച് അതിൻ്റെ മേളിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ വിൻഡോൻ്റെ സൈഡിൽ സ്പേസ് ഉണ്ടാവും, ആ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോരോ അപ്ഗ്രേഡ് ചെയ്താണ് പോയത്. അവിടെ വെച്ച് അങ്ങനെയാണ് ഞാൻ കുറേ നാൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് TikTok ഒന്ന് കയറി വന്നപ്പോഴാണ് TikTok ഇന്ത്യയിൽ ബാൻ ചെയ്തത്. ആ ടൈമിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വൈകുന്നേരം ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ താഴെ ഹാളിൽ വന്നിരിക്കുന്ന സമയത്താണ് ന്യൂസ് കാണുന്നത്, ഇന്ത്യയിൽ TikTok ബാൻ ചെയ്തു എന്നുള്ളത്. ഇത് വലിയൊരു സ്റ്റോറി ആയി പോകുമെന്ന് എനിക്കറിയില്ല. എനിവേസ്, അപ്പോൾ TikTok ബാൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് കുറച്ചൊന്ന് റീച്ചായി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. അതിൻ്റെ ഒരു വീഡിയോ, ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ല. ഉണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാൻ തുടങ്ങി. കോളേജിലെ ഫ്രണ്ട്സ് ആണെങ്കിലും TikTok ബാൻ ചെയ്തെന്നും പറഞ്ഞ് കുറേ എന്നെ കളിയാക്കി. പക്ഷെ അതെല്ലാം കൂടി എന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അന്നേരം ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീഡ് ചെയ്യാം എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. TikTok ഇനിയും
തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്തില്ല. പിന്നെ ഈ ഒരു കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട്, കാരണം പഴയ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കാൻ തുടങ്ങിയോണ്ട് ഞാൻ ടിക്ടോക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. അതുവരെ ഞാൻ ടിക്ടോക്ക് അക്കൗണ്ടിൽ വരും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ വരെ ഉള്ളതെല്ലാം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചായിരുന്നു. ഇപ്പോഴും എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അതിനുശേഷം 2022-ലാണ് ഞാൻ ഇൻസ്റ്റയിൽ റീഡ് ചെയ്യാൻ തുടങ്ങിയത്. അത് പക്ഷേ എനിക്കൊരു പേഴ്സണൽ ഇൻസ്റ്റ ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സ്പേസിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അതിനകത്ത് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ, ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാറ് പോലുമില്ല. പഴയ ഫോട്ടോസ് പണ്ട് യൂസ് ചെയ്തിരുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്തിപ്പോൾ കുറേ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനത് ആഡ് ചെയ്യില്ല ആരെയും, കാരണം അതെൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അതിനുശേഷം 2022-ലാണ് ഞാൻ ഇൻസ്റ്റയിൽ റീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈം തൊട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. ആ ടൈമിൽ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ ട്രൈപോഡ് മേടിച്ചു, പിന്നെ റിംഗ് ലൈറ്റ് മേടിച്ചു. ഇപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പം അത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു ഐഫോൺ വരെ എത്തിയിട്ടുണ്ട്. അതെനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം അക്കൗണ്ട് കുറച്ചൊന്ന് കയറി വരുന്നുണ്ട്. ഇനി അത് എപ്പോൾ പോകും എന്നൊന്നും എനിക്കറിയില്ല. എനിവേസ്, അതാണ് എൻ്റെ ഒരു ടിക്ടോക്ക് മുതൽ ഇൻസ്റ്റഗ്രാം വരെയുള്ള ഒരു ജേണി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആൾക്കാർ തരുന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഇവിടം വരെ എത്തിയത്. കാരണം ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ, ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കും. പിന്നെ അതുമല്ല, ഞാൻ ഒരു സീരീസ് ചെയ്തായിരുന്നു. അതിനുശേഷം എന്നെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നെ ആ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് എന്നെ കുറേ പേര് വിളിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് റീച്ച് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര്, കുറേ അനിയത്തിമാരും ചേട്ടന്മാരും അനിയത്തിമാരും എല്ലാം കുറേ അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ ചോദിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അയ്യോ നമ്മൾ വീഡിയോ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എത്ര പയ്യെങ്കിലും ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും പോലും. ഇപ്പൊ എനിക്ക് 12,000 ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ എന്നാലും പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിർത്തിയാലോ, ആകുന്നില്ല, റീച്ച് ആകുന്നില്ല എന്ന് ചോദിച്ചാൽ നിർത്തിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം സഹായിച്ച് ഇവിടം വരെ എത്തി. സോ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഫോളോവേഴ്സിനോടാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് യുവർ സിസ്റ്റേഴ്സ് മാരേജ്? ഓക്കെ, ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് ഇടാറുണ്ടായിരുന്നു ചേച്ചിയുടെ വെഡ്ഡിങ് ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. ചേച്ചിയുടെ മാരേജ് November 17-ലാണ്. ചേച്ചിയുടെ ലവ് മാരേജ് ആണ്. ചേച്ചിയുടെ കൂടെ ഡിഗ്രി പഠിച്ച ചേട്ടനാണ്, അമൽനാഥ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 years ആയി. ചേട്ടൻ UK-ലാണ്. കൂടുതൽ ഇതൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ചേട്ടൻ UK-ലാണ്. അപ്പോൾ ചേട്ടന് വരാനുള്ളതിൻ്റെ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. 2 വർഷം കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. എൻഗേജ്മെന്റ് ചേട്ടൻ ഉണ്ടായിരുന്നില്ല. എൻഗേജ്മെന്റ് ഫോട്ടോസും ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മാരേജ് November 17-ലാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കിലാണ് ഞാൻ. പക്ഷെ അതിൻ്റെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നോക്കാം എങ്ങനെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഹെയർ കെയർ റൊട്ടീൻ. ഇത് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് പണ്ടത്തെ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഇപ്പോഴും മുടിക്ക് അത്ര തിക്നെസ് ഒന്നുമില്ല. എൻ്റെ മുടി ഇങ്ങനെയാണ്. എൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഫേസ് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷനിൽ മുടി എപ്പോഴും കുറവായിരിക്കും. എനിക്ക് പണ്ട് മുതൽ അങ്ങനെയാണ്. പണ്ടത്തെ എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോല് പോലത്തെ മുടിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ടൈം എൻ്റെ മാമൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്മായി വന്ന സമയത്ത് അമ്മായി എന്നെ കൊണ്ട് മുടി വെട്ടിച്ചു. അതിന് ഞാൻ അമ്മായിയുടെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആണ്. അതിനുശേഷമാണ് എൻ്റെ മുടി കുറച്ചൊന്ന് ഭംഗിയിൽ വളരാൻ തുടങ്ങിയത്. അതല്ലാതെ ഞാൻ മുടിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഹെയർ വാഷ് ചെയ്യും. രണ്ടല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യും, കണ്ടീഷണർ ഇടും, ഷാമ്പു യൂസ് ചെയ്യും. അങ്ങനെ ഇന്ന ഷാമ്പു ഒന്നുമില്ല, ചേച്ചി ചെയ്ത് മേടിക്കുന്നത് അത് ഞാൻ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഓയിൽ ചെയ്യും. ഒരിടയ്ക്ക് ഞാൻ എപ്പോഴും മുടിയിൽ ഓയിൽ ചെയ്യുമായിരുന്നു. എനിക്ക് മുടിയിൽ എണ്ണ വെക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ജോലിയുടെ സമയത്ത് നമ്മൾ ക്യാമറയിൽ നമ്മൾ വരുന്നതുകൊണ്ട് മുടിയിൽ എണ്ണയൊക്കെ ഇട്ട്, എൻ്റെ മുടിയിൽ കുറച്ച് എണ്ണ തൊട്ട് കഴിഞ്ഞാൽ മുടി ഭയങ്കര ഒട്ടിയിരിക്കും. എൻ്റെ ഫേസ് മുഴുവൻ ഭയങ്കര ഒരുമാതിരി മുട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഓയിൽ ചെയ്യാറില്ല. അപ്പോൾ ഷാമ്പു ചെയ്യുന്ന ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹെയറിൽ ഓയിൽ ചെയ്യും. പക്ഷെ ഞാൻ മുടി വെട്ടാറില്ല. ഞാൻ ജസ്റ്റ് തുമ്പ് മാത്രമേ വെട്ടാറുള്ളൂ. അതുകൊണ്ട് ആയിരിക്കാം മേ ബി മുടിക്ക് തിക്നെസ്. പിന്നെ എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇതാണ്, കുറച്ച്
സിൽക്കി ആയിട്ട് കിടക്കുന്നതാണ്, കുറച്ച് സ്ട്രെയിറ്റ് ആണ്. അല്ലാതെ മുടിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കുറേ പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ജാട പറയണേന്ന് വിചാരിക്കും. ഞാൻ മുടിയിലൊന്നും ചെയ്യാറില്ല. ഞാൻ നോക്കാറേ ഇല്ലാത്തൊരു സാധനമാണ് എൻ്റെ മുടി. അതിൻ്റെതായ മുടി നല്ല രീതിയിൽ എനിക്ക് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട്. അതല്ലാതെ മുടിയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നല്ലോണം ഹെയർ വാഷ് ചെയ്യും. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റേ ഹെയർ ക്രീം തേക്കും, അല്ലെങ്കിൽ സെറം തേക്കും. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ മുടിയിൽ ചെയ്യാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി ഏത് കോഴ്സാണ് പഠിച്ചത്, വർക്കിംഗ് ഓർ സ്റ്റഡി? ഓക്കെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ പഠിച്ചത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ പഠിച്ചത് എൻ്റെ കോഴ്സുകൾ, ഞാൻ പഠിച്ച കോഴ്സുകൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കോഴ്സാണ്. ഞാൻ ഡിഗ്രിക്ക് +2 പഠിച്ചത് കൊമേഴ്സ് കമ്പ്യൂട്ടർ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട്, എനിക്ക് മാത്സ് പഠിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് മാത്സ് ഇല്ലാത്ത ഒരു കോഴ്സ് എന്നും പറഞ്ഞ് ഞാൻ പഠിച്ചതാണ് കൊമേഴ്സ് കമ്പ്യൂട്ടർ. അത് ഇവിടെ അടുത്ത് വെണ്ണല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ജേർണലിസം ഫീൽഡിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അതിനുശേഷം ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ജയ് ഭാരതിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ജേർണലിസം നമുക്ക് പഠിക്കാനുണ്ട്, അഡ്വർടൈസിങ്ങും പബ്ലിക് റിലേഷൻസ് അതൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ഗ്രാജുവലി എനിക്ക് അതിനകത്തേക്ക് ഒരു ഇഷ്ടം വന്നു തുടങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടമാണ് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ക്യാമറ പ്രസൻസ് നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ ജേർണലിസത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു എൻ്റെ ജേർണലിസം കരിയർ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിഗ്രിക്ക് ശേഷം ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തത്. എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടം, അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ PGക്ക് കൊടുത്തത്, എനിക്ക് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയത് ദേവസ്വം ബോർഡ് കോളേജിൽ MA ജേർണലിസത്തിന് കിട്ടി. അങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ ജേർണലിസം കരിയറിലേക്ക് തന്നെ വന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ജേർണലിസം എന്നുള്ളത്. അപ്പോൾ പയ്യെ എനിക്കും അതിനകത്തേക്കൊരു ഇഷ്ടം വന്നു, എനിക്കൊരു താല്പര്യം വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. എൻ്റെ റോൾ മോഡൽസ് ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ആൾക്കാരാണ് നമ്മുടെ ഷാനി പ്രഭാകർ ആൻഡ് നികേഷ് എന്ന് പറഞ്ഞ സാറ്. ഇവർ രണ്ടുപേരുടെയും ഇത് കണ്ട് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ജേർണലിസത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ PG കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം 2021 ജൂലൈയിൽ എനിക്ക് കോഴ്സ് കഴിഞ്ഞു. കൊറോണ ബാച്ചായിരുന്നു. അതിനുശേഷം August 15 ഞാൻ കേരള വിഷൻ ന്യൂസിൽ ന്യൂസ് റീഡറായിട്ട്, സബ് എഡിറ്റർ കം ന്യൂസ് റീഡർ ട്രെയിനി ആയിട്ട് ഞാൻ കയറി. അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, കാരണം കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ അധികം നാൾ നിന്നില്ല കേട്ടോ, എനിക്ക് അവിടെ ട്രെയിനി ആയിട്ടായിരുന്നു, ഒരു 4 മാസം എന്തോ നിന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ചാടി കളിക്കുന്ന ഒരാളാണ്. അതിനുശേഷം കേരള വിഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഗവൺമെന്റിന്റെയാണ്, INPRD എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാനൊരു അപ്രന്റീസ്ഷിപ്പ് ചെയ്തായിരുന്നു, പെയ്ഡ് അപ്രന്റീസ്ഷിപ്പ് ആയിരുന്നു. അത് നമ്മുടെ എറണാകുളം മഹാരാജാസിന്റെ അടുത്ത് താലൂക്ക് ഓഫീസിലായിരുന്നു എൻ്റെ ഓഫീസ്. അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു സർക്കാർ ഓഫീസ് ആയതുകൊണ്ട്, പക്ഷെ എനിക്ക് നല്ലൊരു മെമ്മറി ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ, കാരണം എന്നെക്കാളും ഒരുപാട് വയസ്സിന് മൂത്ത ആൾക്കാരായിരുന്നു അവിടെ. ഞാൻ എൻ്റെ ഏജിലുള്ളത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് സർക്കാർ ഓഫീസാണ്, അപ്പൊ അതിൻ്റെതായ എല്ലാ ഇതും ഉണ്ടായിരുന്നു, എല്ലാം പ്രായമായ ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവിടെ എനിക്ക് എന്താ പറയാ, നമ്മുടെ വീട് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഉച്ചയ്ക്ക് ആ ആന്റിമാരെല്ലാം ഫുഡ് തരും, അവിടുത്തെ ആന്റിമാരല്ല ചേച്ചിമാരൊക്കെ ഫുഡ് തരും. അവരുടെ കറികളൊക്കെ ഷെയർ ചെയ്യും. ഞാൻ ഫുഡ് കഴിച്ചില്ല ഇങ്ങനെ വഴക്ക് പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം എനിക്ക് വീട് അല്ലാണ്ട് എനിക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട് ഫീൽ തന്നെയായിരുന്നു. കാരണം അവരെന്നെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗവൺമെന്റ് ഓഫീസാണ്, എന്നെക്കാളും പ്രായത്തിന് മൂത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മേ ബി അവരെന്നെ ആ ഒരു രീതിയിൽ പാമ്പർ ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഓഫീസായിരുന്നു അത്. അവിടെ ഒരു 6 മാസം നിന്നായിരുന്നു. എനിക്ക് 6 മാസത്തെ ഇതായിരുന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കണ്ടന്റ് റൈറ്റിംഗ് കമ്പനിയിൽ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് കയറിയായിരുന്നു, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവായിട്ട് കയറിയായിരുന്നു അവിടെ. പക്ഷെ അതെനിക്ക് എൻ്റെ എന്താ പറയുക, ജേർണലിസം കരിയറായിട്ട് എനിക്ക് മാറി എന്ന് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു സഫക്കേഷൻ ആയിരുന്നു. കാരണം ഞാൻ പഠിച്ച ഒരു ഫീൽഡ് അല്ല ഞാൻ ചെയ്യുന്നത്, ഏകദേശം ആ ഒരു ഫീൽഡാണ്, പക്ഷേ എനിക്ക് എന്തോ അവിടെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന രാജ് TVയിലേക്ക് കൊടുത്തു, രാജ് ന്യൂസിലേക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് രാജ് ന്യൂസ് മലയാളത്തിലാണ്. അവിടെ ഞാനൊരു ഒരു മ്യൂസിക് പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്, ന്യൂസ് റീഡറുമായിട്ട് ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇനി മേ ബി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഞാൻ നോക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ഞാൻ ആംബിവേർട്ട് ആണ്. കാരണം
ഒരുപാട് ഭയങ്കര ഇൻട്രോവേർട്ടും അല്ല എന്നോ ഭയങ്കര എക്സ്ട്രോവേർട്ടും അല്ല എന്നുള്ള രീതിയിൽ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പോവുകയുള്ളൂ. അത് മാത്രമല്ല, അല്ലാതെ നോക്കുവാണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിൽ നോക്കുവാണെങ്കിലും ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് ആണെങ്കിൽ അവിടെ ഞാൻ എക്സ്ട്രോവേർട്ട് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ഓവറായിട്ട് സംസാരിക്കും. ഞാൻ മറ്റുള്ളവർക്ക് സംസാരിക്കും, ചിലപ്പോൾ സ്പേസ് കൊടുക്കാണ്ട് തന്നെ ഞാൻ സംസാരിക്കും. ഇപ്പം തന്നെ മേ ബി ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ആംബിവേർട്ട് ആണെന്ന് പറയാം. കാരണം ഇൻട്രോവേർട്ട് ഒന്നുമല്ല ഞാൻ. പക്ഷേ ചില സമയത്ത് ഞാൻ ഇൻട്രോവേർട്ട് ആവാറുണ്ട്. എനിക്ക് ചില സമയത്ത് ഞാൻ സൈലന്റ് ആവും. വെറുതെ ഇരുന്ന് ഞാൻ സൈലന്റ് ആവും. ചില സമയത്ത് ഞാൻ സോൾഡ് ഔട്ട് ആവും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ഇൻട്രോവേർട്ട് എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് എക്സ്ട്രോവേർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആംബിവേർട്ട് ആണ്. ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. റിഗ്രറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം പറയാന്ന് വെച്ചാൽ എൻ്റെ മുടി വെട്ടിയത്. ഞാൻ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് വെച്ചാൽ ഒരുപാട് ഷോർട്ട് ചെയ്തതല്ല, ഞാൻ മുടി ലെയർ കട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അതിനെനിക്ക് വീട്ടിൽ നിന്ന് നല്ലോണം വഴക്കേട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പെൺപിള്ളേരാണ്. വല്യച്ഛൻ്റെ അച്ഛനൊരു ചേട്ടനുണ്ട്, വല്യച്ഛൻ്റെ മക്കൾ 2 പെൺപിള്ളേർ, ഒരു ആൺകുട്ടിയുണ്ട്. പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും, ഞങ്ങൾ 4 പേര് ഏകദേശം ഞങ്ങളൊരു പിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 4 പേരിൽ മുടി അത്യാവശ്യം വെട്ടാണ്ട് സൂക്ഷിച്ചു കൊണ്ട് നടന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നി മുടി ഒന്ന് ലെയർ കട്ട് ചെയ്ത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മുടി പോയി ലെയർ കട്ട് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ മുടി, എൻ്റെ പഴയ വീഡിയോസൊക്കെ എനിക്കിപ്പോൾ കാണുമ്പോൾ ശരിക്കും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മുടി അത്രയും ലെയർ കട്ട് ചെയ്യണ്ടായിരുന്നു എന്ന്. എനിക്ക് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ തന്നെയായിരുന്നു നല്ലത്. ഇതിപ്പോൾ മോശമാണെന്നല്ല, മുടി വളരുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്ക് ആ ഒരു ഹെയർ ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. കാരണം അന്നത്തെ ഹെയർ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ശോകമാണ്. സോ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പോൾ പറയാനായിട്ടുള്ളത് മുടി വെട്ടിയതായിരിക്കും. 8th ക്വസ്റ്റ്യൻ. ചേച്ചിക്ക് ഒരു സിസ്റ്റർ അല്ലേ ഉള്ളത്, ഒരു ബ്രദർ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, അതിന് ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തികെട്ട പൊസസീവ്നെസ് അല്ല, എന്നാലും എൻ്റെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ഈ 3 പേര്, ബാക്കി ആരെയും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ 3 പേര് വേറൊരാളോട് ഒരു അല്പം സ്നേഹം കാണിച്ചാൽ അത് എനിക്ക് നല്ല രീതിയിൽ വിഷമവും. എനിക്ക് അന്നേരം ഞാൻ ഒരു സൈക്കോ, ഓവറായിട്ടല്ല സൈക്കോ എന്നല്ല ഉദ്ദേശിച്ചത്, എന്നാലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അച്ഛൻ, അമ്മ, ചേച്ചി, ഈ 3 പേര്. എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 3 പേരാണ്. ഇവർ 3 പേരുടെ സ്നേഹം വേറൊരാൾക്ക് പോയി എന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. ഈ എൻ്റെ വീട് അപ്പുവിൻ്റെ സിനിമയിലെ പോലത്തെ ആളാകും ഞാൻ എന്ന് ഞാൻ പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ അമ്മയടുത്ത് പറയായിരുന്നു. അമ്മ ഇനിയൊരു ഇളയ കുട്ടി വന്നു കഴിഞ്ഞാൽ, എന്നെക്കാളും താഴെ ഒരു ഇളയ കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയിലെ പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അല്ല, പണ്ട്. സോ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തും പറയാൻ പറ്റിയ ഒരാളാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഈസർ കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും അറിയാൻ പാടാത്ത പല കാര്യങ്ങളും എനിക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാൾ എൻ്റെ ചേച്ചിയാണ്. സോ ഒരു ബ്രദർ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ബ്രദേഴ്സിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ അനിയൻ്റെ മക്കളുണ്ട്, പിന്നെ വലിയച്ഛൻ്റെ ഒരു മോനുണ്ട്. അപ്പോൾ എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്, എൻ്റെ കസിൻസ് ആണെങ്കിലും എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്. എന്നാലും ഒരു ബ്രദർ, സ്വന്തമായിട്ടൊരു ബ്രദർ വേണം എന്നൊരു തോന്നൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ ഒരു ആൺകുട്ടി, അച്ഛൻ എന്നെ ഇതുവരെ വളർത്തിയേക്കുന്നത് ഒരു ആൺകുട്ടി എന്ന്, ഒരു ചേച്ചി ഒരു പെൺകുട്ടി, ഞാനൊരു ആൺകുട്ടി എന്ന രീതിയിലാണ് അച്ഛൻ എന്നെ വളർത്തിയത്. ചെറുപ്പത്തിലൊക്കെ എന്താ പറയാ, എനിക്ക് ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നടത്തിയിരുന്നത്. ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുക്കിംഗ് ഞാൻ തൊടാറില്ല, എനിക്ക് അങ്ങോട്ടേക്ക് ഒരു ഇഷ്ടം വന്നിട്ടില്ല. സോ എൻ്റെ വീട്ടിലൊരു ആൺകുട്ടിയായിട്ട് വേണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ പറയാം. പക്ഷേ ഒരു ചേട്ടൻ വേണം എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചേച്ചി തന്നെ എനിക്ക് ഇനഫാണ്. കാരണം എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് ആണ് എൻ്റെ ചേച്ചി. എന്താ പറയുക, എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളാണ് എൻ്റെ ചേച്ചി. സോ ഒരു ബ്രദറിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് പറയാൻ പറ്റിയത് ചിലപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ഒരിക്കലും ഞാൻ ബ്രദർ ഇല്ലാതെ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം ബ്രദേഴ്സിൻ്റെ സ്നേഹം എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്കിതേ സ്വന്തമായിട്ടൊരു ചേട്ടൻ വരുന്നു. അതുകൊണ്ട് എനിക്ക് ബ്രദർ വേണം എന്നൊരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ യങ്ങർ ബ്രദർ അല്ലെ സിസ്റ്റർ എനിക്ക് വേണ്ടേ വേണ്ട. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര പൊസസീവാണ്. സോ എനിക്കൊരു ഇല്ല, ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇതുവരെ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ സിസ്റ്റർ ബെസ്റ്റാണ്. ഓക്കെ, ഡ്രീം ഡെസ്റ്റിനേഷൻ.
നൈസ് ക്വസ്റ്റ്യൻ. ഡ്രീം ഡെസ്റ്റിനേഷൻ 3 ഉണ്ട്. ഫസ്റ്റ് വൺ എനിക്ക് എന്നെങ്കിലും പോകണം എന്ന് തോന്നിയത് ഞാനൊരു ആർമിയാണ്, BTS ആർമിയാണ്. കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും, ബട്ട് സ്റ്റിൽ എനിക്ക് സൗത്ത് കൊറിയ, അത് ആർമി ആയതുകൊണ്ട് മാത്രമല്ല, K-dramas ഒക്കെ കാണുന്നതുകൊണ്ടും എനിക്ക് അവരുടെ ഒരു പ്ലേസ് എനിക്ക് ഇഷ്ടമാണ്, ആ ഒരു കൺട്രി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് സൗത്ത് കൊറിയ ആണ് എൻ്റെ ഫസ്റ്റ് ലിസ്റ്റിലുള്ള ഡ്രീം ഡെസ്റ്റിനേഷൻ്റെ ഫസ്റ്റ് ലിസ്റ്റിലുള്ളത്. സൗത്ത് കൊറിയ ആണ്. പിന്നെ എഡിൻബർഗിൽ എനിക്ക് പോകണമെന്നുണ്ട്, സ്വിറ്റ്സർലാൻഡിലും പോകണമെന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളാണ് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഏറ്റവും എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം സൗത്ത് കൊറിയ ആണ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, അത് കഴിഞ്ഞ് എഡിൻബർഗ്. ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല, എന്നാലും എല്ലാവരെയും പോലെ സക്സസ്ഫുൾ ആവാം. പിന്നെ എനിക്ക് ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു വീട് വെക്കുക എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും ഞാൻ അധ്വാനിച്ച് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു കാറ് വാങ്ങിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങൾ 4 പേരാണ്, അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് 2 വീലറിന് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടി പോകാനായിട്ട് ഒരു കാറ് എന്നുള്ളത് കുറേ നാളത്തെ ഞങ്ങളുടെ 4 പേരുടെയും ആഗ്രഹമായിരുന്നു. സോ അത് എനിക്കും എൻ്റെ ചേച്ചിക്കും കൂടി അത് നേടിയെടുക്കാൻ സാധിച്ചു. അച്ഛനും അമ്മയ്ക്കും ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. വലിയ കാറൊന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു കാറ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരെണ്ണം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് പറയാം. അതല്ലാതെ ഒരു നല്ലൊരു ജോലി, സക്സസ്ഫുൾ ആവാം, അത്രയും മാത്രമേ എനിക്കിപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്രയും മാത്രമേ എനിക്കിപ്പോൾ തൽക്കാലത്തേക്കുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നുമില്ല. ഞാൻ അങ്ങനെ പ്ലാനിങ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല, കാരണം അത് നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. സോ അങ്ങനെ വലിയൊരു പ്ലാനിങ് ഒന്നും നടത്തുന്ന ഒരാളല്ല. ബിഗ്ഗസ്റ്റ് ഫിയർ ഒരുപാടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാളാണ്. കാരണം എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പേടിയുള്ള ഒരാളാണ്. അതിപ്പോൾ എനിക്ക് കുറേ ഫോബിയാസ് ഉണ്ട്, അക്രോഫോബിയ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഡാർക്ക്നെസ് പേടിയാണ്, ഹൈറ്റ് പേടിയാണ്. നമുക്ക് ഇവിടെ വണ്ടർലയിൽ നമുക്ക് വിമൻസ് ഡേയുടെ അന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഓഫർ ഉണ്ടാവും, ഇപ്പോൾ 2-3 പേർക്ക് പോകാൻ പറ്റിയ ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. ആ ടൈമിലൊക്കെ എന്നെയും കൊണ്ട് പോകുന്നത് നഷ്ടമാണെന്ന് എൻ്റെ ചേച്ചി പലപ്പോഴും പറയാറുണ്ട്. കാരണം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത് ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് ഭയങ്കര പേടി. ഞാൻ വണ്ടർലയിൽ പൂളിൽ ഇറങ്ങാൻ വേണ്ടി മാത്രം പോകുന്ന ഒരാൾ മേ ബി ഞാനായിരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എന്തോ പണ്ടൊക്കെ എനിക്ക് ലിഫ്റ്റിൽ കയറാൻ തന്നെ പേടിയായിരുന്നു. കാരണം ലിഫ്റ്റ് മുകളിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു മിനി ഹാർട്ട് അറ്റാക്ക് വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇരുട്ട് പേടിയാണ്. ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് പല്ലീനെ പേടിയാണ്. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ, പാമ്പിനെ പേടിയാണ്. അങ്ങനെ കുറേ പേടികളുണ്ട്. പിന്നെ അല്ലാതെ നമുക്കൊരു ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളിന് ലൂസിങ് സംവൺ വൺ വില്ല, അതെനിക്ക് എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ ആയിട്ട് പറയാം. അതിപ്പോൾ ആരാണെങ്കിലും, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സോ, അങ്ങനെ ആരാണെങ്കിലും അവരെ നഷ്ടപ്പെടൂ എന്നുള്ളൊരു പേടി അതെനിക്ക് എന്നും ഉള്ളൊരു പേടിയാണ്. അത് മാത്രമല്ല, എനിക്ക് ഫിയർ എന്ന് പറയാനായിട്ട് ഒരുപാടുണ്ട്. സ്കൂൾ ലൈഫ് ഓർ കോളേജ് ലൈഫ്? കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഞാനായിട്ട് നിന്നത് കോളേജ് ലൈഫാണ്. കാരണം അതും PG ടൈമിലാണ്. കാരണം ആ സമയത്ത് PG ടൈമിൽ നമുക്ക് ഫ്രീ ബേർഡ്സ് ആയിരുന്നു. ഞങ്ങളുടെ മേ ബി കോഴ്സിൻ്റെ ആയിരിക്കാം, ബാക്കിയുള്ളവർക്ക് അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് സാറുമാരായിരുന്നു പഠിപ്പിക്കാനുള്ളത്. സാറുമാർ നമ്മൾ നമുക്ക് ക്ലാസ് എടുക്കുന്നത് പോലും കുറച്ച് എന്താ പറയുക, ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു. നമുക്ക് കോളേജ് ലൈഫ്, എനിക്ക് PG ലൈഫാണ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്. ഒരുപാടൊന്നും സംഭവിച്ചില്ലെങ്കിലും എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് PG ലൈഫാണ്. പക്ഷെ എനിക്ക് സ്കൂൾ ലൈഫും എനിക്ക് ഇഷ്ടമാണ്. കാരണം ആ ടൈമിലുള്ള എൻ്റെ ഫ്രണ്ട്സ് നോക്കുമ്പോഴത്തേക്കും സ്കൂൾ ലൈഫ് എനിക്ക് ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അതിൻ്റെതായ എല്ലാ അലമ്പും കാണിച്ച് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ടൈം എന്ന് പറയാൻ പറ്റും സ്കൂൾ ലൈഫ്, 10th വരെ ഉള്ളത്. പിന്നെ +1 +2 എനിക്ക് അത്രയ്ക്ക് മെമ്മറബിൾ അല്ല, എന്നാലും ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ അത് മെമ്മറബിൾ ആണ്. കോളേജും ഞാൻ പറഞ്ഞില്ല, എൻ്റെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റി. എൻ്റെ ഫ്രണ്ടിനെ കിട്ടിയത് എനിക്ക് കോളേജിൽ നിന്നാണ്, ഡിഗ്രി സമയത്താണ്. സോ ആ ഡിഗ്രി ടൈമും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം, ഓഫ് കോഴ്സ് എൻ്റെ PG ലൈഫായിരിക്കും. കാരണം ആ ടൈമിലാണ് ഞാൻ കുറച്ചും കൂടി ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയത് എൻ്റെ PG ടൈമിൽ തന്നെയായിരുന്നു. സോ കോളേജ് ലൈഫ്. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? റോൾ മോഡൽ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അതല്ലാതെ എനിക്ക് കരിയറിൽ ഞാൻ പറഞ്ഞു, ഷാനി പ്രഭാകർ ആൻഡ് നികേഷ് കുമാറാണ്. അവർ രണ്ടുപേരെയും കണ്ടിട്ടാണ് ഞാൻ കരിയറിലേക്ക് ഇതിനകത്തേക്ക് വന്നത്.
അതല്ലാതെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം എങ്ങനെ ഞാൻ പൊക്കി പറയണില്ല, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരുടെ അടുത്തും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും ഒരുപാട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം തന്നിട്ട് കൊണ്ട് നടത്തിയ ആൾക്കാർ തന്നെയാണ് അച്ഛനും അമ്മയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറാം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ കണ്ടു പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയും തന്നെയായിരുന്നു ബെസ്റ്റ്. നമുക്ക് പഠിക്കാൻ പറ്റിയൊരു നല്ലൊരു ബുക്ക് തന്നെയായിരുന്നു അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും സൊസൈറ്റിയിൽ അത്യാവശ്യം സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. രണ്ടുപേരും പാർട്ടിക്കാരാണ്. അപ്പൊ അതിൻ്റെതായ ഞങ്ങൾ വളർന്നു വന്നത് തന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പൊ അച്ഛനും അമ്മയും ഇതുപോലെ പാർട്ടിയിലെ പ്രവർത്തകരായതുകൊണ്ട് തന്നെ അച്ഛനാണ് കൂടുതലും പാർട്ടിയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടു വളർന്നത് കുറെ ആൾക്കാർ ചുറ്റിനും ആൾക്കാരുള്ള സ്ഥലത്താണ്. പിന്നെ ഫാമിലി ആണെങ്കിൽ ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കണ്ടു പഠിക്കാനും പറ്റിയത് അച്ഛനും അമ്മയും വഴിയാണ്. സോ എൻ്റെ റോൾ മോഡൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഹൂ ആർ സം ഓഫ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻസ് ഇൻ ജേർണലിസം ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ? ജേർണലിസത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷാനി മാം ആൻഡ് നികേഷ് സാർ, ഇവർ രണ്ടുപേരാണ് എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ കോണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് അങ്ങനെ ആരും എൻ്റെ ഇൻസ്പിറേഷൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ഇതായിട്ട് മോശമായിട്ട് പറഞ്ഞല്ല, അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ ഒന്ന് ഒരാളെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്തത്. എൻ്റെ ജസ്റ്റ് ഒരു പാഷൻ മാത്രമാണ് ഈ ആക്ടിങ് എന്നുള്ളത്. അല്ലാതെ ഞാനതൊരു പ്രൊഫഷൻ ആക്കണം എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ പ്രൊഫഷൻ ജേർണലിസം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് ആരുമില്ല. പക്ഷെ ജേർണലിസം കരിയറിൽ ഞാൻ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരാണ്. സെലിബ്രിറ്റി ക്രഷ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഒരു BTS ആർമിയാണ്, അല്ലെങ്കിൽ K-drama ഫാൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് BTSിലുള്ള 7 മെമ്പേഴ്സും എൻ്റെ സെലിബ്രിറ്റി ക്രഷാണ്. അതിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ജിയോൺ ജങ്കുക്കാണ്. അതല്ലാതെ പിന്നെ K-dramaയിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ക്രഷ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ മെയിൻ ആയിട്ട് എൻ്റെ ക്രഷ് ഈ 7 പേരാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജിയോൺ ജങ്കുക്കാണ്. പക്ഷെ എനിക്ക് ഒരാളെ മാത്രമായിട്ട് ഇഷ്ടമല്ല, അവർ 7 പേര് ഗ്രൂപ്പായിട്ടാണ് എനിക്കിഷ്ടം. പക്ഷേ കുറച്ചൊരു പൊട്ടിക്ക് എനിക്ക് ഇഷ്ടം ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിയോൺ ജങ്കുക്കാണ്. അതല്ലാതെ എനിക്ക് സെലിബ്രിറ്റി ക്രഷ് വേറെ ആരുമില്ല. 17th question. What's a piece of advice you would give to someone looking to start their own YouTube channel or pursue a career in journalism? Okay. യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് ഞാൻ ആരുമല്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ജേർണലിസം കരിയറിലും ഇതുപോലെ തന്നെ ഒരു എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ആരും ആയിട്ടില്ല, അത്രയും സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ ജേർണലിസം കരിയറിലേക്ക് പോകാനുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോകാൻ പറ്റിയൊരു ഫീൽഡാണ് ജേർണലിസം. എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ ലൈഫും നമ്മുടെ പ്രൊഫഷണൽ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസം. നമ്മൾ രണ്ടൊരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പോകുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. അതിപ്പോൾ ഏത് ജോലിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ജേർണലിസത്തിൽ നമുക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം. കാരണം ബാക്കിയുള്ള ജോലി പോലെ നമുക്ക് സൺഡേസ് ഹോളിഡേ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഉണ്ടെങ്കിൽ അതിനൊന്നും ഹോളിഡേ ഇല്ല. സോ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന് അധികം സ്ഥലം കൊടുക്കാൻ പറ്റാത്ത ഒരു ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കരിയറാണ് ജേർണലിസം. പിന്നെ അതിൻ്റെതായ എല്ലാ ജോലിയിലെയും പോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ജേർണലിസം. വേണമെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ച് കൂടുതലാണെന്ന് പറയാം. അത് മേ ബി ഈ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും. കുറച്ചധികം നമുക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ അവിടെ എന്താ പറയുക സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മളുടെ കഴിവ് കാണിച്ചാൽ മാത്രം നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഒരു ഫീൽഡാണ് ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും അവിടെ ഒതുങ്ങി നിൽക്കും. സോ ഈ ഒരു ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ജേർണലിസം കരിയർ. അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ജേർണലിസം കരിയർ ചൂസ് ചെയ്യരുത്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മടുപ്പാവും. ഈ ഒരു ഫീൽഡ് ഇഷ്ടമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ന്യൂസ് ഇഷ്ടമാണ് എന്നുള്ളവർക്ക് ബെസ്റ്റാണ് ജേർണലിസം കരിയർ. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു ഫീൽഡാണ് ജേർണലിസം. നമ്മൾക്ക് എന്തും പറയാം എന്ന് വെച്ചാൽ വായി തോന്നിയത് പറയാന്നല്ല, പക്ഷേ നമുക്ക് നമ്മളുടെ വ്യൂ പോയിന്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ്. സോ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ജേർണലിസം തന്നെയാണ്. പക്ഷേ ഇതുപോലെ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. How do you balance being a journalist, an Instagram content creator, and how do you manage with your personal life? ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ
രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ജേർണലിസം കരിയർ ആണെങ്കിലും എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ പ്രൊഫഷനും എൻ്റെ വീഡിയോ ചെയ്യലും കൂടി എനിക്ക് ടൈം കിട്ടുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു ദിവസം എനിക്ക് ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4 ദിവസമാണ് ഓഫ്. പിന്നെ ഒരു സിക്ക് ലീവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ സിക്ക് ലീവിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അതല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ 4 ദിവസം ഓഫ് ഉണ്ടെങ്കിൽ അതിൽ 4 ദിവസം ഒരുമിച്ചല്ല, ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ വെറുതെ ഇരിക്കാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു കാര്യത്തിന് പോകും. അതല്ലെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 7 മണി വരെ ഞാൻ വീഡിയോ എടുക്കലായിരിക്കും. കാരണം രണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് മടുപ്പ് തോന്നാത്ത രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ജോലിക്ക് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫ് കിട്ടുമ്പോൾ ഞാൻ അന്ന് വീഡിയോ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. അപ്പൊ അന്നൊരു 3, 4, 5, 6 വീഡിയോസ് ഞാൻ എടുക്കും. പിന്നെ അതായിരിക്കും ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 3 ദിവസത്തിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അക്കൗണ്ടിന് കുറച്ചൊരു ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ കല്യാണവും കൂടി വരുന്നതുകൊണ്ട് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നടക്കില്ല. സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നിനും ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് സംസാരിക്കാനും, ഞങ്ങളുടെ വീട്ടിൽ 4 പേരും ഇരുന്ന് സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഇതൊക്കെ അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. സോ ആ ഒരു സ്പേസിൽ ആ ഒരു ടൈമിൽ ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ഈ വീഡിയോൻ്റെ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ഇടയിൽ ഇതാക്കാറില്ല. അതിനൊരു ടൈം, വീഡിയോ ചെയ്യുന്നതിനൊരു ടൈം, ജോലിക്കൊരു ടൈം. ഇത് മൂന്നും ഞാൻ കുഴച്ച് വയ്ക്കാറില്ല. സോ വലിയ പ്രശ്നമില്ലാണ്ട് ഇതുവരെ പോകുന്നുണ്ട്. 19th ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി പെറ്റ്സ്? എനിക്കങ്ങനെ പെറ്റ് സ്വന്തമായിട്ടൊരു പെറ്റില്ല. പക്ഷേ അമ്മയുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്. നിക്കി എന്നാണ് പേര്. അപ്പോൾ അവള് കുറച്ച് നാള് എൻ്റെ കൂടെ ആയിരുന്നു. ആ മാമൻ്റെ വീട്ടിൽ നിന്ന്, അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 years എൻ്റെ കൂടെ ആയിരുന്നു. സോ അത് അവളോട് എനിക്കൊരു ആ ഒരു 1.5 വർഷത്തെ ഒരു ഇതുണ്ട്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ എന്താ പറയാ, അത് പെറ്റ്സിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അവരുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എന്നെയും ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും ഇഷ്ടമായി തുടങ്ങി, എനിക്ക് അവളെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ എൻ്റെ പെറ്റെന്ന് പറയാനായിട്ട് എനിക്കിപ്പോഴും, ഇപ്പോൾ അവളെ തിരിച്ച് അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അനിയന്മാരുണ്ട് അവിടെ. അവന്മാരുടെ പട്ടിയാണ്. പക്ഷേ അതിപ്പോൾ എൻ്റെയും കൂടി ആണ് എന്നുള്ളതുണ്ട്. കാരണം എൻ്റെ പെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാ നിക്ക് തന്നെയാണ്. കാരണം ആ ഒരു കുറച്ച് നാളത്തെ കൊണ്ട് നമ്മൾ അതിന് ഫുഡ് കൊടുക്കുക, അതിൻ്റെ കൂടെ പുറത്തു പോവുക ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ടൊരു റിലേഷൻ വരും. സ്വാഭാവികമായിട്ടും വരും അത്. പിന്നെ എനിക്കത് അവള് തിരിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നായിരുന്നു. സോ എൻ്റെ പെറ്റ് അതാണ് നിക്കി. 20th ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ഗോ ടു കംഫർട്ട് പേഴ്സൺ? ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എൻ്റെ ചേച്ചി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റിയ, എൻ്റെ ദേഷ്യമാണെങ്കിലും എൻ്റെ ഫ്രസ്ട്രേഷൻ ആണെങ്കിലും എൻ്റെ സങ്കടമാണെങ്കിലും എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് ഈ 3 പേരാണ്: അച്ഛൻ, അമ്മ, ചേച്ചി. എൻ്റെ ഏറ്റവും വേസ്റ്റ് സൈഡ് കണ്ടേക്കുന്ന 3 ആൾക്കാർ അച്ഛനും അമ്മയും ചേച്ചിയാണ്. കാരണം പുറത്ത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് എന്നെ അറിയാവുന്ന പോലത്തെ രീതിയിലായിരിക്കില്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ അറിയാവുന്നത്. ഇവർക്ക് 3 പേർക്കുമാണ് റിയൽ മീ എനിക്ക് അറിയാവുന്നത്. ബാക്കിയുള്ളവർക്ക് ഞാൻ കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ അവരെന്നെ കാണണം എന്നുള്ള രീതിയിൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എന്നെ അറിയാവുന്നത് ഇവർക്ക് 3 പേർക്കുമാണ്. സോ എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി തന്നെയാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് ഹോബി? ഉറക്കം. അതൊരു നല്ല ഹോബിയാണോ, അത് ഹോബിയാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്. അത് ഒരുപാട് നേരമൊന്നും എനിക്ക് ഉറങ്ങണത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനാണെന്ന്. പക്ഷെ എന്നാലും ഞാൻ കിടന്നുറങ്ങും. അതൊരു വൃത്തികെട്ട ശീലമാണ്, മാറ്റിയെടുക്കണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ദിവസം ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഉറക്കം തന്നെ കേട്ടോ. ഞാൻ നേരത്തേക്ക് എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങില്ല. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങിയാലും ഞാൻ ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഉറക്കമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തന്നെയാണ്. അതല്ലാതെ ഞാൻ പണ്ടൊക്കെ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഞാൻ വെറുതെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ പടം വരയ്ക്കും, അതുപോലെ തന്നെ പെയിന്റ് ചെയ്യും, പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോബീസ് എന്ന് പറയുവാണെങ്കിൽ, ഉറക്കമല്ലാതെ പറയുവാണെങ്കിൽ ഡ്രോയിങ്, പെയിന്റിങ്, അതുപോലെ തന്നെ ട്രാവലിംഗ്, പിന്നെ ചെറുതായിട്ട് ബുക്സ് ഒക്കെ വായിക്കും. ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ബുക്സ് വായിക്കും. അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ റീൽസ് ചെയ്യുക,
ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹോബീസ്. മെയിനായിട്ട് ഉറക്കമാണ്. ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ആൾക്കാരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ കുറേ നമുക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം മേ ബി. അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എല്ലാ കാര്യങ്ങളും അറിയണമെന്നല്ല, എന്നാലും നമ്മളെ പറ്റി അവർ ചിന്തിക്കുന്നത്, എനിക്ക് അങ്ങനെ, ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാതിരുന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ എന്താ പറയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജെനുവിൻ ആണെങ്കിൽ പോലും എനിക്കിപ്പോൾ നമ്മളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളോട് എനിക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ എനിക്കൊരാളുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റിയ, മേ ബി ഞാൻ ഒരാളുടെ മനസ്സ്, എനിക്കൊരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനായി ശ്രമിക്കുകയുള്ളൂ. എങ്ങനെയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ അയാളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഞാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എനിക്ക് അറിയണമെന്നുണ്ട്. അതായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ പവർ. ലൈഫിൽ ഒരു ടൈമിലേക്ക് തിരികെ പോകാൻ ചാൻസ് കിട്ടിയാൽ ഏത് ടൈമിലേക്ക് പോകും? ഓക്കെ, കൊറോണ ടൈം. പിന്നെ ചെറുപ്പകാലത്തേക്ക് പോകട്ടെ, എൻ്റെ കുഞ്ഞായിരുന്ന സമയത്തേക്ക്. കാരണം അതാണ് നല്ലൊരു ടൈം. ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ഒന്നിനെ പറ്റി നമുക്ക് ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു ടൈമാണെന്ന് പറയാം. ആ ടൈമിലൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ആ ടൈമിൽ നമുക്ക് വലുതാവണം എന്ന് ആഗ്രഹമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ചൈൽഡ്ഹുഡ് ഡേയ്സിലേക്കേ പോവുള്ളൂ. കാരണം അന്നൊക്കെ കളിച്ച് നടക്കുക, ആ ഒരു ടൈം എനിക്ക് ഇഷ്ടമായിരുന്നു. ഒട്ടും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. നമുക്ക് പഠിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും ഉണ്ട്. അതുപോലെ തന്നെ പഠിക്കണമെങ്കിൽ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പഠിക്കുന്നത്. എങ്ങനെയോ പഠിച്ച് ഇവിടം വരെ എത്തി. എന്നാലും സപ്ലി ഒന്നും കിട്ടാണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ്, കളിച്ച് നടക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൊറോണ ടൈമും ഇഷ്ടമാണ്. ഞങ്ങൾ തറവാട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അച്ഛൻ്റെ വലിയച്ഛൻ്റെ ഫാമിലിയും ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ ടൈമിൽ ചുറ്റിനും ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ ചുറ്റിനും അമ്മായിമാരും അവരുടെ മക്കള് അവരുടെ കൊച്ചുമക്കള് എല്ലാവരും കൂടി ഞങ്ങൾക്ക് കൊറോണ ടൈം അടിപൊളിയായിരുന്നു. തിരിച്ചു പോകാനായിട്ട് ചൈൽഡ്ഹുഡ് ഡേയ്സിലേക്ക് അല്ലാണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ കൊറോണ ടൈം ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോലെ തന്നെ ഓരോന്നൊക്കെ പരീക്ഷിച്ചു, ഫുഡിന്റെ കാര്യങ്ങൾ പരീക്ഷിച്ചു. ഞങ്ങൾ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ മറ്റേ ഒരു ബുക്കുണ്ട്, ക്വിസിന്റെ ബുക്കുണ്ട് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കുട്ടിയുടെ, അവൻ ബുക്കും കൊണ്ടുവരും. ഞങ്ങൾ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുപോലെ തന്നെ കളിക്കും. ഞങ്ങൾ 2-3 തവണ പോലീസ് വന്നിട്ട് അകത്ത് കയറാനൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ, ഞങ്ങളുടെ വീട്ടിലെ പിള്ളേര് തന്നെ കൂടിയാൽ തന്നെ ഒരു പഞ്ചായത്ത് കൂടാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചുമ്മാ ഷട്ടിൽ കളിക്കുക എന്തോ ചെയ്തതാണ്. ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടല്ലോ. അപ്പോൾ ആ ടൈമിൽ പോലീസുകാർ ആ വഴിക്ക് പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു ഒറ്റ ഓട്ടമായിരുന്നു. പോലീസുകാരെ കണ്ടപ്പോഴത്തേക്കും. പക്ഷെ എന്നിട്ട് അവർ വന്ന് അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലെ പിള്ളേരാണെന്ന് പറഞ്ഞു. പക്ഷെ അവരത് വിശ്വസിച്ചില്ല. കാരണം ഇത്രയും പിള്ളേർ ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷെ ആക്ച്വലി അത് ഒരു വീട്ടിലെ പിള്ളേരാണ്. അതുകൊണ്ട് കൊറോണ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയാ, നമ്മൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചുറ്റിനും നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കൊറോണ ടൈം. സോ ചൈൽഡ്ഹുഡ് ഡേയ്സിലേക്ക് പോവാതെ അല്ലാണ്ട് വേറൊരു ടൈമിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൊറോണ ടൈമിലേക്ക് പോകാനാണ്. 24th ക്വസ്റ്റ്യൻ, വൺ തിങ് യു കാൺ ലീവ് വിത്തൗട്ട്? ഓഫ് കോഴ്സ് അച്ഛൻ, അമ്മ, ചേച്ചി, എൻ്റെ ഫാമിലി. അത് ഇല്ലാണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ് എന്ന് പോലും എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും വരാനായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഞാൻ ഇൻഡിപെൻഡന്റ് ആണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ എനിക്ക് സ്വന്തമായി എൻ്റെ ഏറ്റവും വലിയൊരു എന്താ മോശമായിട്ടുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ഇപ്പൊ എനിക്കൊരു സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവും, പക്ഷെ എനിക്ക് അവരുടെ അഭിപ്രായം വേണം. അതൊരു നല്ല ശീലമല്ല. അച്ഛനും അമ്മയൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്കൊരു ചെറിയൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യണമെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ചേച്ചിയുടെ അഭിപ്രായമാണ്. ചേച്ചിയുടെ അടുത്ത് നിന്ന് ഓക്കെ എന്ന് കിട്ടിയാൽ മാത്രമേ ഞാൻ ഒരു ഡ്രസ്സ് പോലും സെലക്ട് ചെയ്യുള്ളൂ. എൻ്റെ എല്ലാ ഡ്രസ്സുകളും ആണെങ്കിലും എൻ്റെ ചെരുപ്പാണെങ്കിലും എൻ്റെ എല്ലാ സാധനങ്ങളും, എനിക്കൊരു ബാഗ് സെലക്ട് ചെയ്യണമെങ്കിൽ പോലും അതെൻ്റെ ചേച്ചി ഓക്കെ പറഞ്ഞാലേ ഞാനത് വാങ്ങുള്ളൂ. മേ ബി ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം. അതെൻ്റെ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ്, എനിക്കറിയാം. പക്ഷേ ഇവർ 3 പേരുടെയും ഒരു അഭിപ്രായം എൻ്റെ ലൈഫിൽ എല്ലാ കാര്യത്തിലും എനിക്ക് വേണം. കാരണം അവർ ഓക്കെ പറയാതെ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ കരിയർ ആണെങ്കിലും ഇപ്പോൾ ഒരു ജോലിക്ക് ഞാൻ പോകണമെങ്കിലും അപ്ലൈ ചെയ്യുന്നെങ്കിലും ഞാൻ ഇവരുടെ അഭിപ്രായം ചോദിക്കും. അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് എൻ്റെ താല്പര്യത്തിന് എതിരായിട്ട് അവർ ഇതുവരെ നിന്നിട്ടില്ല, ഒന്നിനും നിന്നിട്ടില്ല. പക്ഷേ ഞാൻ അവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിക്കും നിന്റെ തീരുമാനം എന്താണ്? അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറയും. അപ്പോൾ അത് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. സോ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ ഇപ്പോൾ അല്ലാണ്ട് ഒരു ആൾക്കാരല്ലാണ്ട് ഒന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഫോൺ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല.
ഞാൻ എന്താ പറയുക, എല്ലാവരും പറയും എനിക്കും അഡിക്ഷനാണ്. കാരണം എൻ്റെ മിക്ക കാര്യങ്ങളും ഫോണിൽ കൂടിയാണ്. അപ്പോൾ ഫോണില്ലാണ്ട് എനിക്ക് പറ്റില്ല. 25th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ അത് ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചത്. വാട്ട്സ് വൺ പീസ് ഓഫ് അഡ്വൈസ് യു വുഡ് ഗീവ് ടു യുവർ യങ്ങർ സെൽഫ്? ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. അത് എനിക്ക് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം. ഒരുപാട് വലിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇല്ലെങ്കിലും എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ പറയുവാണ്. നമ്മൾ ഒരുപാട്, എനിക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വിശ്വസിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് ഇതുവരെ കിട്ടിയേക്കുന്നതിലും കുറേ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇതായിട്ട് കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അല്ല, അല്ലാതെയും ആവശ്യത്തിന് മാത്രം എൻ്റെ അടുത്ത് വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും അതല്ലാതെയുള്ള ആൾക്കാരും ഉണ്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നെ അപ്രോച്ച് ചെയ്യും. ഇപ്പൊ പഠിക്കുന്നതിന്റെ കാര്യത്തിന് തന്നെയാണെങ്കിലും അവരുടെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും അവർ പോകും. അവർക്ക് ജസ്റ്റ്, പക്ഷെ എനിക്ക് ഒരാളോട് നോ പറയാനായിട്ട് പറ്റില്ല. ആഹ് എനിക്ക് അറിയില്ല പറയാനായിട്ട്. അത് എനിക്ക് മാത്രമല്ല, ചേച്ചിയും അങ്ങനെ തന്നെയാ. പക്ഷെ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. എന്ന് വെച്ചാൽ പറയേണ്ട കാര്യം എനിക്കറിയാം. എന്ന് വെച്ചാൽ ഒട്ടും പറ്റാത്ത കാര്യത്തിന് ഞാൻ നോ തന്നെ പറയും. പക്ഷെ നമ്മളുടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് നോ പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോടാ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പണികൾ കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ അവർക്ക് ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ. അത് കഴിയുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും. അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് ഒന്ന് അയാളുടെ ചെറിയ കാര്യങ്ങളായിരിക്കും പറയാ. അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ, ആ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ആ ആള് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് എന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും. പറയേണ്ട ആവശ്യമില്ല അവിടെ ശരിക്കും. എന്നാലും ഞാൻ അയാളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവും. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയും. അത് പക്ഷെ പിന്നീട് എനിക്ക് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. കാരണം അവരത് വെച്ചിട്ട് എന്നെ, എന്താ പറയാ, കുറച്ചും കൂടി അവരത് വെച്ചിട്ട് എന്നെ ചൂഷണം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ഒന്നും ഓപ്പൺ ആയിട്ട് ആവശ്യമില്ല. നമുക്കൊരു പേഴ്സണൽ സ്പേസ് വേണം. നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള എൻ്റെ അച്ഛനമ്മ ചേച്ചി ഇവരോട് എനിക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നെ ജഡ്ജ് ചെയ്യാറില്ല. ആവശ്യത്തിന് മാത്രം. അവരുടെ ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതല്ലാതെ ആരോടും ഓപ്പൺ അപ്പ് ആവരുത് എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചൊരു കാര്യമാണ്. സോ എൻ്റെ ഒരു യങ്ങർ സെൽഫിനോട് എനിക്ക് പറയാനുള്ളത്, ആരോടും ഒരുപാട് ട്രസ്റ്റ് ചെയ്യരുത്. ഇതുവരെ എനിക്ക് കിട്ടിയ പണികള് ആൾക്കാരധികം വിശ്വസിക്കാതിരുന്നായിരുന്നെങ്കിൽ, വിശ്വാസം വേണം, പക്ഷെ ഒരുപാട് വിശ്വസിക്കാതിരുന്നായിരുന്നെങ്കിൽ കുറേ പ്രശ്നങ്ങൾ എനിക്ക് വരില്ലായിരുന്നു. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഓവർ ഷെയർ ചെയ്യരുത്. അതുപോലെ തന്നെ ഓവർ തിങ്ക് ചെയ്യരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് എനിക്ക് തന്നെ കുറച്ച് മാറ്റം, പക്ഷെ ഇപ്പൊ എനിക്കൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. കാരണം ഇത്രയും പണികൾ കിട്ടിയത് കൊണ്ടായിരിക്കാം മേ ബി. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നാലും ഞാൻ പറയാറുണ്ട്, കുറച്ച് നാള് ഒരു 2 മാസമൊക്കെ എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ച്, ഡെയിലി എൻ്റെ അടുത്ത് സംസാരിച്ച ആളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ പറയുന്നതിന് ഞാൻ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സോ പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു, നമ്മളെല്ലാം ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കുറച്ചൊരു ഒരു ഒരു സ്പേസ് വെക്കുക എന്ന് മാത്രമേ എനിക്ക് എൻ്റെ യങ്ങർ സെൽഫിനോട് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു Q&A സെഷൻ. എനിക്ക് തോന്നുന്നു കുറച്ച് ലാഗായി പോയെന്ന് തോന്നുന്നു. ഞാൻ ഓവറായിട്ട് സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞു, എല്ലാം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.